നമ്മളെ കോഴിക്കോട് കോതിപ്പാലം ഭാഗത്ത് എല്ലാ ദിവസവും വൈകുന്നേരം നോമ്പ് തുറക്കാൻ അന്യ ജില്ലകളിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. 95% കോഴിക്കോടിന്റെ പുറത്തു നിന്നാണ്. പക്ഷെ ഇവര് നോമ്പ് തുറന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. നമ്മളെ ബീച്ചിനെ നശിപ്പിച്ച് വൃത്തികേടാക്കിയിടുകയാണ്. ചെറിയ മാലിന്യങ്ങൾ ഇടാൻ കോർപ്പറേഷൻ വെച്ചിട്ടുള്ള ഡസ്റ്റ്ബിന്നുകളുടെ അവസ്ഥ കണ്ടോ നിങ്ങൾ? ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പിറ്റേ ദിവസം നമ്മളെ നാട്ടിലെ ആളുകൾ അവിടെ ജോഗ് ചെയ്യുന്നതും നടക്കുന്നതും ഒക്കെ. എന്തൊരു ദുർവിധിയാണില്ല നമ്മളെ. നിങ്ങൾ കണ്ടില്ലേ? ഇത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തിക്കേ. പരിശുദ്ധമായ റമദാനെ മറ്റ് സമൂഹങ്ങൾക്കിടയിൽ നിന്ദ്യമാക്കുന്നത് ആരാണ്? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മിനിഞ്ഞാന്ന് ഞാനും ആലപ്പുഴയുടെ MLA ആയ ചിത്തരഞ്ജൻ സാറും ഒന്നിച്ചിരുന്ന നോമ്പ് തുറന്നു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, നോമ്പ് തുറക്ക് തൊട്ട് മുമ്പ് സാറിനോടൊപ്പം ഒരു മുസൽമാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് കൊടുത്തപ്പോൾ അദ്ദേഹം സംസാരം തുടരാൻ വേണ്ടി ഒരു തൽപരത കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു ബാങ്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ സ്തബ്ധനാക്കി. അപ്പോൾ അവർക്ക് പോലും ഈ ബാങ്ക് ഒരു ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധ്യമുണ്ട്. എൻ്റെ ഈ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വനിതാ അഡ്വക്കേറ്റാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ റൂം അടച്ചിട്ടാണ്. സാധാരണ റൂം എപ്പോഴും ഓപ്പണാണ്. ഭക്ഷണം കഴിക്കാൻ നേരത്ത് അടച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഭയന്നിട്ടൊന്നുമില്ല, മറിച്ച് നമ്മളോടെല്ലാം റെസ്പെക്ട്ഫുള്ളിയാണ്. ഒരു ബഹുമാനമാണ്. നമ്മൾ പട്ടിണി കിടക്കുകയാണ്, അവരുടെ മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല എന്ന് അവർ പോലും നോമ്പിനെ അത്രത്തോളം മഹിതമായി കാണുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് വരുന്ന ക്രൈസ്തവരും ഹൈന്ദവരും ഒക്കെ നോമ്പെടുക്കുന്നത് നമ്മൾ റീൽസൊക്കെ കാണുന്നില്ലേ? എത്ര ബഹുമാന പുരസ്സരമാണ് അവർ ആ നോമ്പിനെ കാണുന്നത്. അവർ 6 മണി 6:30 ആകുമ്പോഴല്ല ബാങ്ക് കൊടുക്കുന്നതിനെ നോക്കിയിരിക്കുന്നു. എന്നിട്ട് നോമ്പ് തുറക്കുന്നു. അതിൻ്റെ ചൊല്ലേണ്ട ചില ദിക്റുകൾ പോലും ചൊല്ലുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ്. അത്രയും ബഹുമാന പുരസ്സരമാണ് ഈ നോമ്പിനെ കാണുന്നത്. നമ്മളോ? എൻ്റെ പൊന്നാരക്കളെ, നിങ്ങൾ കണ്ടില്ലേ കോഴിക്കോട് കടപ്പുറം എല്ലാ സമൂഹത്തിൽപ്പെട്ട ജനങ്ങൾ ഇരിക്കാൻ വരുന്നതാണ്. അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി അവനവൻ്റെ സ്വന്തം വീട്ടിലുണ്ട്. അതൊന്നും പോരാ, നിങ്ങൾക്ക് ഇങ്ങനെ കടപ്പുറത്ത് കൊണ്ട് നോമ്പ് തുറക്കണം. നിങ്ങൾ കഴിച്ചോളിയും, പ്രശ്നമൊന്നുമില്ല, നല്ലത് തന്നെ. പക്ഷേ ഒരു മുസൽമാന്റെ ബാധ്യതയല്ലേ പരിസരം മലിമസപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്? നിങ്ങൾ ഈ നോമ്പിന്റെ പേരിൽ എന്തൊക്കെ നേടിയെടുത്തത്? നോമ്പ് കൊണ്ട് എന്താണ് ഒരാൾ ആർജിച്ചെടുക്കേണ്ടത്? നിങ്ങൾ നേടിയോ? 23ാമത്തെ നോമ്പിലേക്ക് എത്തിയപ്പം നിങ്ങൾ എന്താ നേടിയത്? മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനേക്കാൾ വലിയ ഒരു തോന്നിയ മാസം അള്ളാഹുവിന്റെ ദീനിൽ വേറെ ഉണ്ടോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഏറ്റവും കൂടുതൽ പല തവണ ഹബീബായ തങ്ങളിലൂടെ പഠിപ്പിച്ചത് പോലും മനുഷ്യന്മാർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. മുസൽമാനെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവചിച്ച എങ്ങനെ? വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തവര്. ഇത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? നോമ്പ് തുറ വിഭവങ്ങൾ കഴിച്ചതിന് ശേഷം അതിന്റെ പാത്രം, പ്ലാസ്റ്റിക്, അതിന്റെ വേസ്റ്റുകളെല്ലാം മനുഷ്യരിയ്ക്കുന്നിടത്ത് കൊണ്ട് നിരത്തിയിടുകയാണ്. ഇതിനേക്കാൾ വലിയൊരു തോന്നിയാസം എന്താണ്? നിങ്ങൾ എന്തിനാണ് ഈ നോമ്പ് പിടിക്കുന്നത്? മനസ്സിലാകാത്തതുകൊണ്ട് എന്തിനാണ് ഈ നോമ്പ് പിടിക്കുന്നത്? നോമ്പ് കൊണ്ട് എന്താ നേടിയെടുക്കേണ്ടത്? മറ്റു സമൂഹങ്ങൾ ബാങ്കിനെ, നോമ്പിനെ, ഭക്ഷണക്രമത്തെ എല്ലാം ആദരിക്കുമ്പോൾ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ ആളുകളൊക്കെ പറയുന്നത് കേൾക്കുന്ന ചില ആളുകളൊക്കെ പേഴ്സണലി നോമ്പെടുക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ പേഴ്സണലി ഞാൻ സംസാരിക്കും. എന്താണ് ഈ മുസ്ലിമുകൾ കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു. അങ്ങനെ എടുത്തോ നിങ്ങളിങ്ങനെ ഒന്നിച്ചു കൂടുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെ നിങ്ങളുടെ ആ കുടുംബത്തിന്റെ ഒത്തുചേരലാണ്. അതിനകത്തൊക്കെ ഹൈറുണ്ട്. പക്ഷെ നിങ്ങൾ വീഡിയോ എടുത്തോ. നിങ്ങൾ എന്തിനാ ഈ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത്? ഈ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ പഴമക്കാർ പറഞ്ഞില്ല, അതൊരു ആദരിക്കപ്പെടുന്ന സാധനമാണ്. എത്ര ആളുടെ അധ്വാനത്തിന്റെ ഫലമായി വരുന്നതാണിത് ഭക്ഷണം. നമുക്ക് നിർദ്ദേശം കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ അഹങ്കരിക്കുന്നത്. ആ അർഷിമ കയറുന്ന ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അത് നാട്ടിൽ മൊത്തം പ്രചരിപ്പിക്കുക, എന്നിട്ട് അതിനകത്ത് കമന്റ് വരിക, റിസ്കി ഷോട്ട് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഈ വീഡിയോ എടുത്ത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ഇത് കാണുന്ന മറ്റുള്ള സമൂഹം, ഇസ്ലാമിനെ വളരെ ആദരപരസ്യം കാണുന്ന മനുഷ്യർ ഇതൊരു തീറ്റയുടെ ഉത്സവമാണെന്ന് തോന്നിപ്പോവും. ഇത് അഹങ്കാരത്തിന്റെ ഒരു ഉത്സവമാണെന്ന് തോന്നിപ്പോവും. അള്ളാഹു ആദരിച്ച ഒന്നിനെ ആദരിക്കാതിരിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? നോമ്പ് അള്ളാഹു ആദരിച്ച മാസമാണ്. അതിനെ ഏറ്റവും മോശമായ രൂപത്തിൽ മുസൽമാൻ എന്ന് പറയുന്നവൻ അനാദരിക്കുകയാണ് പല കാരണങ്ങളെ കൊണ്ട്. നിങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ നിങ്ങളുടെ സന്തോഷം, ഇതൊരു കുടുംബത്തിന്റെ ഒത്തുചേരലല്ലേ, ഒക്കെ എടുത്തോ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് എന്തിനാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്? ഇത് കാണുന്ന മനുഷ്യർക്ക് സത്യം പറഞ്ഞാൽ വെറുപ്പുണ്ടാകില്ലേ? ഇവിടെ ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത് പോലും സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പോലും ഇല്ല. കാരണം അവരൊക്കെ നോമ്പെടുക്കുന്നവരാണ്. ഞാൻ പറഞ്ഞില്ല, നോമ്പെടുക്കുന്നവരാണ്. ഇവിടെ ഈ എൻ്റെ ചുറ്റുവട്ടത്തിന് എത്രയോ ആളുകൾ ഇങ്ങനെ നോമ്പെടുക്കുന്നവരുണ്ട്. അവരൊക്കെ എത്ര മഹിതമായതിനെ കാണുന്നു. ഭക്തി പുരസ്സരം അവരവരുടെ വീട്ടിൽ വെച്ച് നോമ്പ് തുറക്കുന്നു കുടുംബത്തോടൊപ്പം. ഞങ്ങളല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു, അവിടെ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഒക്കെ മോശമായ കാര്യമല്ല, ഒക്കെ നല്ലത് തന്നെ. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ആളുകളെ ഇടങ്ങേറാക്കരുത്, മോശമാണിത്. അതുകൊണ്ട് സ്നേഹത്തെ പറയണം, ആരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല. ഒറ്റ കാര്യമുള്ളൂ, മറ്റു സമൂഹങ്ങൾ നോമ്പിനെ ആദരിക്കുന്ന കണ്ടിട്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരല്പമെങ്കിലും ആദരവ് വരട്ടെ.
ഇല്ലെങ്കിൽ നോമ്പ് കൊണ്ട് ഒരു ഫലവുമില്ല, പട്ടിണി മാത്രമേ ആവുള്ളൂ.